അഷ്ടശക്തികളുടെ ഈ ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് സർവശക്തിവാനെ ഓർമ്മിക്കുമ്പോൾ അഷ്ടശക്തികൾ പ്രാപ്തമാകുന്നു എന്നുള്ളത് മാത്രമല്ല, അതായത് മുഖ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുന്നത് ഈ 8 ശക്തികളാണ്. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 ശക്തികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സഹിക്കാനുള്ള ശക്തി, അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തി. അടുത്തത് നമ്മൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് ഉൾക്കൊള്ളാനുള്ള ശക്തിയെക്കുറിച്ചാണ്. ഉൾക്കൊള്ളുക, പല കാര്യങ്ങളും പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളേണ്ടി വരും. ചിലതൊന്നും നമുക്ക് ഇഷ്ടമുണ്ടാവില്ല, ചില വ്യക്തികളെയും നമുക്ക് താല്പര്യമില്ലാത്തതായിരിക്കും, ചില സാഹചര്യങ്ങൾ അങ്ങനെയുള്ളതായിരിക്കും. നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ചില കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം എന്താണ്, ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. കാരണം സാഹചര്യത്തെ മാറ്റാൻ നമുക്ക് പറ്റില്ല, പകരം എനിക്ക് മാറാൻ പറ്റുള്ളൂ. അവിടെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ആ സാഹചര്യങ്ങളെയും വ്യക്തികളെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലേ നമുക്ക് അവരോടൊപ്പം നമ്മുടെ പാർട്ട് ബെറ്ററായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ഓരോ ആക്ടിവിറ്റിയും നമ്മുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ബാക്കി ആദ്യം നമ്മൾ റിയലൈസ് ചെയ്യണം, എന്തുകൊണ്ട് ഈ വ്യക്തി, ഈ സാഹചര്യം എന്നെ മുന്നിൽ വരുന്നു, എന്തുകൊണ്ടെന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ കർമ്മത്തിൻ്റെതായ ചില കണക്കുകളായിരിക്കും. ഇന്നല്ലെങ്കിൽ ഇന്നലകളിൽ എപ്പോഴോ നമ്മൾ എങ്ങനെയോ ഉള്ള കണക്കുകൾ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കണക്കുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ആത്മാവിന് നാശമില്ലല്ലോ. ഒരു ശരീരം വിട്ടെടുത്ത ശരീരത്തിലേക്ക് പോകുമ്പോൾ ആത്മാവ് കൂടെ കൊണ്ടുപോകുന്നത് നമ്മുടെ നന്മ തിന്മകളുടെ ഫല. ചിലപ്പോഴൊക്കെ നമ്മൾ പറയില്ലേ, ഈ ജന്മം ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇവരോട്, എന്നിട്ടും കണ്ടില്ലേ ഇവരെന്നോട് പെരുമാറണേ, അല്ലെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നില്ലേ. അപ്പോൾ നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് നിന്ന് മുഖം തിരിക്കാൻ തോന്നും. പക്ഷെ അവരുടെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ പാർട്ട്, ഇപ്പം രക്തബന്ധങ്ങൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, അപ്പം ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല. അവിടെയെല്ലാം നമുക്ക് ആ കാര്യങ്ങളെയും സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പോകണം മുന്നോട്ട്. അപ്പം അവിടെ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒന്ന്, കർമ്മ നിയമത്തെ നമ്മുടെ ബുദ്ധിയിൽ വെക്കണം എപ്പോഴും. എന്തുകൊണ്ട് ഈ വ്യക്തി അഥവാ ഈ സാഹചര്യം എൻ്റെ മുന്നിൽ വരുന്നു? തീർച്ചയായിട്ടും എന്നിൽ നിന്ന് വിതയ്ക്കപ്പെട്ട ബീജത്തിന്റെ ഫലമാണ് എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോകണം. ഇതിനെ എനിക്ക് ഉൾക്കൊണ്ടേ മതിയാകുള്ളൂ. കാരണം എനിക്ക് ഈ കണക്കുകൾ സെറ്റിൽമെന്റ് ചെയ്യണം. ഞാൻ വിതച്ചതല്ലേ ഞാൻ കൊയ്യണേ, ഞാൻ വിതയ്ക്കാത്തത് ഒരിക്കലും എനിക്ക് കൊയ്യാൻ പറ്റില്ല. അപ്പം അവിടെ നമുക്ക് വേണ്ടത് ആ വ്യക്തിയെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പോകണം. ഈ 2 ശക്തികളും വേണ്ടി വരും. ചില കാര്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുകയും വേണം, പക്ഷെ അതിനെ ഉള്ളിൽ ഒതുക്കുകയും വേണ്ടി വരും. ഇത് രണ്ടും നമുക്ക് ഒരേപോലെ ഉപയോഗപ്പെടുന്ന 2 ശക്തികളാണ്. ഉള്ളിൽ ഒതുക്കാനുള്ള ശക്തി, ഇപ്പൊ കടൽ നോക്കിക്കോളൂ, കടൽ എത്ര വിശാലമാണ് അല്ലെ. അപ്പൊ അതില് നല്ലതും കെട്ടതും വേണ്ടുന്നതും വേണ്ടാത്ത എല്ലാം വന്നിട്ട് ഡംപാവണത് കടല. കടല് പറയുന്നുണ്ടോ, നീ ഉപ്പ് വെള്ളമാണ് ഇങ്ങോട്ട് വരരുത്, അല്ലെങ്കിൽ നീ കലങ്ങിയ വെള്ളമാണ് ഇങ്ങോട്ട് വരാൻ പാടില്ല, അല്ലെ ഇത് വേസ്റ്റ് വാട്ടറാണ് നീ ഇങ്ങോട്ട് വരാൻ പാടില്ല. കടലൊരിക്കലും പറയണില്ലല്ലോ. കടൽ അതിവിശാലമായതുകൊണ്ട് അതിനെല്ലാറ്റിനെയും, എവിടുന്ന് ഒഴുകി വരുന്ന വെള്ളാകട്ടെ, സാധനങ്ങളാകട്ടെ, സർവസ്വവും വന്നിട്ട് അതിൽ സ്റ്റോക്ക് ചെയ്യപ്പെടുന്നുണ്ട്, സംഭരിക്കപ്പെടും. പക്ഷേ കടൽ വെള്ളത്തിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെതായ ഒരു അസ്തിത്വം ഉണ്ട്. അതൊരിക്കലും മാറുന്നില്ല. എവിടുന്ന് ഏതെല്ലാം വെള്ളങ്ങൾ ഒഴുകി വന്നാലും, ഏത് വെള്ളം ഒഴുകി വന്നാലും കടൽ വെള്ളത്തിന്റെ ടേസ്റ്റ് മാറുന്നില്ല, അതിന്റെ അസ്തിത്വം മാറുന്നില്ല. കടലൊരിക്കലും കരയുന്നുമില്ല, അയ്യോ എൻ്റെ അടുത്തേക്ക് കലങ്ങിയ വെള്ളം വന്നേ, എൻ്റെ അടുത്തേക്ക് വേസ്റ്റ് വാട്ടർ വന്നേ എന്ന് പറഞ്ഞിട്ട് കടൽ നിലവിളിക്കണില്ല. കാരണം എന്താണ്, അതിന്റെ അതിവിശാലതയ്ക്ക്, അതിൻ്റെതായ അസ്തിത്വത്തിനെ ഇല്ലാണ്ടാക്കാൻ മറ്റൊന്നിനും കഴിയുന്നില്ല. അതേപോലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ ആ വിശാലത, നമ്മുടെ മനസ്സ് വിശാലാകണേ, ഞാൻ ആത്മാവാണ്, എൻ്റെ കൂടെയുള്ളതെല്ലാം എൻ്റെ തന്നെ സഹോദര ആത്മാക്കളാണ്, ആരുടെ കൂടെ എന്ത് കർമ്മക്കണക്കുകളുണ്ടോ അതിൻ്റെ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ജീവിതം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ട് നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ഒരു പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ്. ഈ ജ്ഞാനബലം തന്നെ നമ്മുടെ ഉൾക്കൊള്ളാനുള്ള ശക്തിയെ വർദ്ധിപ്പിക്കും. അതേപോലെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, സർവശക്തിവാനെ ഓർമ്മിക്കുമ്പോൾ, പരമാത്മാ പിതാവിൽ നിന്ന് ആത്മാവിൽ നിറയുന്ന ശക്തി നമ്മൾ ആത്മാവിലെ ഈ ഉൾക്കൊള്ളാനുള്ള ശക്തിയെയും മനസ്സിന്റെ വിശാലതയും നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉള്ളിൽ ഒതുക്കുക, കാര്യങ്ങളെ ഉള്ളിൽ ഒതുക്കി കൊണ്ടുപോകേണ്ടി വരും. പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ പറയില്ല, ഞാൻ സഹിച്ചു 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 എന്ന് പറഞ്ഞാൽ നമ്മൾ 100 പേരോട് പറഞ്ഞുകൊണ്ട് നടക്കും. കണ്ടില്ലേ, 4 എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാനതെല്ലാം സഹിച്ചു. നമുക്ക് സഹിക്കുന്നതിനോടൊപ്പം അതിനെ ഉള്ളിൽ ഒതുക്കാനും കൂടി പറ്റണം.
അല്ല സഹിച്ചു നമ്മൾ 10 പേരോട് പറയുമ്പോഴേക്കും സഹിച്ചു എന്നുള്ളതിന് പിന്നെ മഹത്വം ഇല്ലാതായി തീരല്ലേ. സഹിച്ചു എന്നുള്ളതിന് മഹത്വം എപ്പോഴാണ് വരണേ? അതിനെ നമുക്ക് ഉള്ളിൽ ഒതുക്കാൻ കഴിയണം. അല്ല നമ്മൾ നമ്മുടെ ആ ഉള്ളിൽ ഒതുക്കിയ കാര്യത്തെ 10 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉള്ളിൽ ഒതുക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നമുക്ക് നിലനിർത്താൻ ആ കാര്യത്തെ സഹിക്കുകയും ചെയ്തു. പക്ഷെ ആ സംഭവത്തെ ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ ഒതുക്കുകയും ചെയ്തു. ഇപ്പൊ നോക്കൂ, പലപ്പോഴും നമ്മുടെ വീട്ടില് നമുക്കറിയാം, നമ്മുടെ രക്തബന്ധത്തിൽ പെട്ടവരാരെങ്കിലും, നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി ആരുടെ അടുത്തുനിന്നെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു എന്നിരിക്കട്ടെ, അത് നമ്മൾ ഒരിക്കലും പോയിട്ട് മറ്റെല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കില്ല. പക്ഷെ ഇപ്പൊ കാലം കുറച്ച് മാറിയില്ലേ. ഇപ്പൊ ഹസ്ബൻഡിന്റെ കുറ്റം വൈഫ് എല്ലാവരോടും പറയും, വൈഫിന്റെ കുറ്റം ഹസ്ബൻഡ് എല്ലാവരോടും പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു. അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തുന്ന, അല്ലെ മക്കള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ തമ്മിൽ കുറ്റപ്പെടുത്തുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കും കൂടി നമ്മൾ വന്നുണ്ട്. പണ്ടൊക്കെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഒരച്ഛനും അമ്മയ്ക്കും പിറന്ന മക്കളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉള്ളിൽ ഒതുക്കും. കാരണം എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ആ ഒരു ഫീലിംഗ്, ആ ഒരു ഭാവന, ആ ഒരു സാഹോദര്യ സ്നേഹം കാരണം നമ്മൾ അവരുടെ കുറവുകളെ എപ്പോഴും ഉള്ളിലൊതുക്കും. നമ്മുടെ മക്കളുടെ തെറ്റുകളാണെങ്കിൽ പോലും നമ്മളതിനെ ഉള്ളിലൊതുക്കി വെക്കും. ആ ഉള്ളിലൊതുക്കാനുള്ള ശക്തി, അതിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി നമുക്ക് ഉണ്ട്. കാരണം എൻ്റെയാണ്. പക്ഷെ അതേ തെറ്റ് നമ്മുടെ കുട്ടി ചെയ്ത അതേ തെറ്റ് അടുത്ത വീട്ടിലെ കുട്ടി ചെയ്താൽ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് നമ്മൾ ഉള്ളിൽ ഒതുക്കിയില്ല, ഉടനെ നമ്മളത് 10 പേരോട് പറയും അല്ലേ. അപ്പൊ അതാണ് വ്യത്യാസം. അത് അന്യതാണ്, ഇത് എന്റെയാണ്. അപ്പൊ ഇവിടെ രണ്ടും വേണ്ടത് നമുക്ക് ജ്ഞാനബലവും യോഗബലാണ്. ഒന്ന് തിരിച്ചറിവിന്റെ ശക്തി വേണം, രണ്ടാമത് മെഡിറ്റേഷൻ. സർവശക്തിവാനെ ഓർമ്മിക്കുന്ന സമയത്ത് രാജയോഗ ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയണ ശക്തി, പരമാത്മ ശക്തി ഈ രീതിയിൽ ഉൾക്കൊള്ളാനുള്ള ശക്തി നമുക്ക് തരും, ഉള്ളിൽ ഒതുക്കാനുള്ള ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഉൾവലിയാനുള്ള ശക്തി. ഉൾവലിയുക അർത്ഥം എന്താണ്? ആമയെ പോലെ. ഈ ചിത്രത്തിൽ നോക്കിക്കോളൂ, ആമ കാണിക്കണ കണ്ടില്ലേ, അതിന്റെ കൈകാല് ആവശ്യമുള്ളപ്പോൾ മാത്രമേ പുറത്തിടുള്ളൂ. അത് കഴിയുമ്പോൾ എന്താവും? അതിന്റെ തോടിന്റെ ഉള്ളിലേക്ക് പോയിട്ട് കൈകാലുകൾ ഒതുക്കിയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ഈ ആമ ഒരു നിസാര ജീവി, ഇത് നമ്മളൊക്കെ ഒരു പാഠം പഠിപ്പിച്ചു തരിക. അതായത് ആവശ്യത്തിന് മാത്രമേ കർമ്മേന്ദ്രിയങ്ങളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാവുള്ളൂ. കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന് ഉൾവലിയണം. ആമയ്ക്ക് കൈയും കാലും തോടിനുള്ളിലേക്ക് ആക്കി വെക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് മനുഷ്യർക്ക് കൈയും കാലും ഒന്നും കെട്ടിവെക്കാനും പൂട്ടിവെക്കാനും ഉള്ളിലേക്ക് മാറ്റാനും പറ്റില്ലേ. അതിന്റെ അർത്ഥം എന്താ? നമുക്കും ഉൾവലിയാനുള്ള ശക്തി വേണം. അർത്ഥം അത് മനോബലാണ്. മനസ്സുകൊണ്ട് ഉൾവലിയാൻ നമുക്ക് പറ്റണം. സങ്കല്പങ്ങളിലൂടെ നമുക്ക് ഉൾവലിയാൻ പറ്റണം. അതായത് ഏത് സമയത്ത് ഏത് കർമ്മേന്ദ്രിയത്തിലൂടെ എന്ത് കർമ്മം ചെയ്യണോ, കർമ്മം പൂർത്തിയായി കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് വേറിട്ടിരിക്കാനുള്ള ശക്തി, അതാണ് നമുക്കിവിടെ ഉൾവലിയാനുള്ള ശക്തി. ഈ കൈകൾ കൊണ്ട് ചെയ്യേണ്ട കർമ്മം മാത്രം ചെയ്യുക, ഈ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് മാത്രം കാണുക, കാണേണ്ടത് മാത്രം കാണാൻ, കേൾക്കേണ്ടത് മാത്രം കേൾക്കാൻ, പറയേണ്ടത് മാത്രം പറയാൻ. അതായത് നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളെ സദുപയോഗം ചെയ്യുക. ആ ഉപയോഗം കഴിഞ്ഞാലോ, കർമ്മേന്ദ്രിയങ്ങളുടെ സദുപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന് വേറിടാനുള്ള ശക്തി നമ്മുടെ മനസ്സിന് വേണം. അല്ലാതെ ഈ കണ്ണ് വലിക്കുന്നിടത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. മനസ്സ് നിയന്ത്രിച്ച് ഈ കണ്ണിനെ കൊണ്ടുപോകണം. അപ്പോഴേ കാണേണ്ടത് മാത്രം കാണുള്ളൂ. മറിച്ച് കണ്ണ് വലിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, മനസ്സതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ എല്ലാം കാണും. പക്ഷെ കാണാൻ പാടില്ലാത്തത് കാണുന്നത് കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നതാണ് നമ്മുടെ ടെൻഷന്റെ കാരണം. അപ്പൊ ഓരോ കർമ്മേന്ദ്രിയങ്ങളുടെ മിസ്യൂസ് വന്നുകൊണ്ടിരിക്കേണ്ടതിന്റെ കാരണം എന്താണ്? ഈ മനോബലത്തിന്റെ അഭാവമാണ്, ആത്മബലത്തിന്റെ അഭാവമാണ്. നമുക്ക് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളെ ഉൾവലിക്കാൻ കഴിയാത്തതിന്റെ, മനസ്സുകൊണ്ട് ഉൾവലിയാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. ആ ദുർബലത കാരണമാണ് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ദുരുപയോഗം ധാരാളം സംഭവിക്കുന്നത്. ആ ദുരുപയോഗത്തിന്റെ ഫലമായിട്ട് നാൾക്കുനാൾ നമ്മുടെ ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർവശക്തിവാന്റെ ഓർമ്മ, സ്നേഹപൂർവമായ സർവേശ്വര സ്മൃതി, മെഡിറ്റേഷൻ, ധ്യാനം നമ്മുടെ ഉള്ളില് ഈ ശക്തിയെയും വർദ്ധിപ്പിച്ചു തരും. തീർച്ചയായിട്ടും നമുക്ക് ഉൾവലിയാനുള്ള ശക്തിയും വർദ്ധിപ്പിക്കാൻ നിരന്തരമായ പ്രാക്ടീസിലൂടെ, ഡെയിലി, അതിലാണ് ഏറ്റവും പ്രധാനം, ഡെയിലി അഭ്യാസം. അത് നമ്മൾ മുടക്കാതെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ മനോബലം വർദ്ധിപ്പിച്ച് ഇന്ദ്രിയങ്ങളുടെ മേലെ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് കഴിയും. അതിനോടൊപ്പം അഷ്ടശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ശക്തിയാണ് തിരിച്ചറിയാനുള്ള ശക്തി. തിരിച്ചറിയുക, നമ്മൾ പറയില്ലേ, പ്രത്യേകിച്ചും കലിയുഗത്തിന്റെ ഈ
വളരെയധികം ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന, അധർമ്മം നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടെ നമ്മൾ നോക്കിയാൽ സത്യം ഏതാണ്, മിഥ്യ ഏതാണ്, ശരി ഏതാണ്, തെറ്റേതാണ്? അപ്പോൾ ഇതിനെ തിരിച്ചറിയണമെങ്കിൽ പറയില്ലേ, ഇപ്പം നമ്മൾ ഇത് രണ്ടും കൂടി, ശരി തെറ്റിനെ ശരിയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? പറയാറുണ്ടല്ലോ, ശരിയും തെറ്റും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ടാണ് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ശരി ഏത്, തെറ്റേത്, റൈറ്റ് ഏത്, റോങ് ഏത്, നല്ലതേത്, കെട്ടതേത്, അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അത്രത്തോളം നമ്മുടെ മനസ്സിന് ക്ലാരിറ്റി വേണം. തിരിച്ചറിയാനുള്ള ശക്തി ഉണ്ടാകണമെങ്കിൽ മനസ്സ് ശുദ്ധവും ശാന്തവുമായിരിക്കണം. മനസ്സിന് എത്രത്തോളം ശുദ്ധി ഉണ്ടോ, മനസ്സ് എത്രത്തോളം ശാന്താകണോ, അപ്പോഴേ മനസ്സിന് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായിട്ട് തിരിച്ചറിയാൻ പറ്റൂ. അപ്പൊ കലങ്ങിയ വെള്ളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ കലക്കവെള്ളം വെച്ചാൽ അതിന്റെ അടിയിൽ എന്തുണ്ടെന്ന് നമുക്ക് അറിയില്ല. അതേസമയം അതേ പാത്രത്തിൽ തെളിഞ്ഞ വെള്ളം എടുത്താൽ ആ വെള്ളത്തിന്റെ അടിത്തട്ടിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതേപോലെ നമ്മുടെ മനസ്സിപ്പോൾ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. നല്ലതും കെട്ടതും വേണ്ടുന്നതും വേണ്ടാത്തതും കഴിഞ്ഞുപോയതും വരാനിരിക്കുന്ന ആകെ മനസ്സിലെ സങ്കല്പ വികല്പങ്ങളുടെ ഒരു കലക്കവെള്ളമാക്കി നമ്മൾ മനസ്സിനെ മാറ്റിക്കഴിഞ്ഞു. ഇത്രയും ടു മച്ച് തിങ്കിങ് ആണ് നമുക്ക്. ഭാവി എന്താകും, ഫ്യൂച്ചർ എന്താകും, അതെന്താകും, ഇതെന്താകും, അവരുടെ കാര്യവും ഇവരുടെ കാര്യവും, വേണ്ടാത്തത് വേണ്ടുന്നതും എല്ലാം കൂടി നമ്മൾ തലയിലെടുത്തിട്ട് നമ്മുടെ ഉള്ളില് ചിന്തകൾ വളരെയധികം വർദ്ധിക്കുകയാണ്. ടു മച്ച് തിങ്കിങ് ആണ്, ആവശ്യത്തിലധികം അനാവശ്യ തലത്തിലേക്ക് പോവുക. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ശരിയെയും തെറ്റിനെയും വേർതിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഉണ്ടാവും. ആ ക്ലാരിറ്റി ഓഫ് മൈൻഡ്, അതേപോലെ നമ്മുടെ തോട്ട്സിന്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ചിന്തകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാനും, അതേപോലെ ശ്രേഷ്ഠ ചിന്തകൾ, കാരണം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് ശ്രേഷ്ഠ വിചാരങ്ങളാണ്. ശ്രേഷ്ഠ വിചാരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിന് ചാനലൈസ് ചെയ്യാണ്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഇൻക്രീസ് ആകുന്നത് കാരണം നമുക്ക് തിരിച്ചറിയാനുള്ള ശക്തി വർദ്ധിക്കും. അത് മെഡിറ്റേഷന്റെ ഒരു സർവശ്രേഷ്ഠ പ്രാപ്തിയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉപയോഗപ്പെടും. അതേപോലെ തന്നെ തിരിച്ചറിയാനുള്ള ശക്തി പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തീരുമാനം എടുക്കാനുള്ള ശക്തി, ഡിസിഷൻ മേക്കിംഗ് പവർ. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്വർണ്ണപ്പണിക്കാരൻ എങ്ങനെയാണോ തീരുമാനം എടുക്കുന്നത്, ഇത് സ്വർണമാണ്, ഇത് അലോയാണ്, മിക്സ് ഉള്ളതാണ്, ഇത് ശുദ്ധമായ സ്വർണമാണ്, അല്ലെങ്കിൽ ഇതിൽ കലർപ്പുണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ തിരിച്ചറിയണമെങ്കിൽ സത്യമായ സ്വർണ്ണം ഏതാണ്, അസത്യം കലർന്ന് ഇമ്പ്യൂരിറ്റി കലർന്നത് ഏതാണ്, അത് തിരിച്ചറിഞ്ഞിട്ട് അതിൽ ശരിയായ തീരുമാനം എടുക്കണമെങ്കിൽ അത് ഉരച്ചു നോക്കാറുണ്ട് സ്വർണ്ണപ്പണിക്കാരനല്ലേ. എന്നിട്ട് ആ ഉരകല്ല് പോലെ നമ്മുടെ ബുദ്ധിക്കും ശരിയായ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് ശക്തി വേണം. ബുദ്ധിക്ക് ശക്തി വേണമെങ്കിലോ സർവശക്തിവാനുമായിട്ട് കണക്ഷൻ വേണം. രാജയോഗ ധ്യാനം സർവശക്തിവാനുമായിട്ടുള്ള കണക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ബുദ്ധി ബലം വർദ്ധിക്കും. ബുദ്ധിയോഗം ഭഗവാനിൽ വെക്കുന്നത് കാരണം ശരിയായ തീരുമാനം എടുക്കാൻ പറ്റും. ഇന്ന് പലപ്പോഴും നമ്മൾ പറയില്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല, ആകെ ഒരു കൺഫ്യൂഷൻ. അർത്ഥം എന്താ? ശരിയായൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണില്ല. ആ ശരിയായ തീരുമാനം എടുത്തില്ലെങ്കിലോ കർമ്മത്തിലും അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും. തീരുമാനം നമ്മുടെ തെറ്റായാൽ കർമ്മം നമ്മുടെ തെറ്റായി പോവും, കർമ്മഫലം അതിനനുസരിച്ച് അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങള്, അത് സുഖാണെങ്കിലും ദുഃഖാണെങ്കിലും അല്ലെ, നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും എല്ലാം നമ്മുടെ തന്നെ തീരുമാനങ്ങളുടെ ഫലമായിട്ട്, നമ്മളുടെ കർമ്മത്തിന്റെ ഫലമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതാ. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? ശരിയായ തീരുമാനങ്ങൾ എടുത്ത് ശരിയായ കർമ്മം ചെയ്യുമ്പോഴേ ശരിയായ ഫലം, സുഖം, ശാന്തി, സന്തോഷം, ആനന്ദം, ആ പ്രാപ്തി നമുക്ക് അടയാൻ പറ്റും. അതുകൊണ്ട് രാജയോഗ ധ്യാനത്തിലൂടെ ഈ അഷ്ടശക്തികളിലെ ആ തീരുമാനം എടുക്കാനുള്ള ഈ ബലം നമുക്ക് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുകയും പരമാത്മശക്തി ഈ മനോബലം വർദ്ധിപ്പിച്ച് ശരിയായ തീരുമാനങ്ങളിലൂടെ ശരിയായ കർമ്മത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. മറ്റൊന്ന് നമ്മൾ നോക്കുമ്പോൾ അഷ്ടശക്തികളുടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അടുത്തത് സഹകരണ ശക്തിയാണ്. അതായത് സഹകരണം, കോപ്പറേഷൻ. നമുക്ക് ജീവിത സാഹചര്യങ്ങള് ഏതേത് വന്നാലും എവിടെയാണെങ്കിലും നമ്മൾ പറയില്ലേ, പണ്ട് കഥയിൽ പറയല്ലോ, ചിത്രത്തിൽ അതാണ് കാണിച്ചിരിക്കണേ, ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്താൻ എല്ലാവരും ഓരോരോ വിരലുകൾ കൊടുക്കണത്. അതേപോലെ ഏതൊരു പ്രയാസകരമായ കാര്യമാണെന്ന് നമ്മൾ തോന്നുകയാണെങ്കിലും എല്ലാവരുടെയും കൂടി സഹയോഗം ഉണ്ടെങ്കിൽ
ഓട്ടോമാറ്റിക്കലി ഏത് പ്രയാസമേറിയ കാര്യത്തെയും നമുക്ക് സഹജമാക്കി മാറ്റാം. പക്ഷെ ഏറ്റവും പ്രധാനമാണ് സ്നേഹവും സഹയോഗവും. നമ്മൾ പറയില്ലേ, 5 വിരലുകൾ 5 തരത്തില്ല. അതേപോലെ നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവ സംസ്കാരങ്ങളിൽ അന്തരം ഉണ്ടാവും. പക്ഷേ ഈ 5 വിരലുകൾ 5ആയിട്ട് നിന്ന് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാലോ ഏത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഒരു ബൂന്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് ലഡു പിടിച്ചെടുക്കണമെങ്കിൽ ഓരോ വിരല് പറയാം, ഞാനാ മിടുക്കൻ, ഞാനാ മിടുക്കൻ, ഞാനാ മിടുക്കൻ, ഞാനാ മിടുക്കൻ. ബൂന്തി ലഡുവായിട്ട് മാറില്ല. ബൂന്തി ലഡുവായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ബൂന്തിയിൽ നിന്ന് ലഡു ആകണമെങ്കിൽ 5 പേരും കൂടെ ഒരുമിച്ച് ചേർന്നതിനെ ഉരുട്ടുമ്പോൾ മാത്രമേ ബൂന്തിയിൽ നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതേപോലെ സഹകരണ ശക്തി ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. ഫാമിലിയിലാണെങ്കിലും വർക്കിംഗ് സ്പേസ് ആണ്, എല്ലായിടും ഒരു ടീം വർക്കാണ്. ടീം സ്പിരിറ്റ് നമുക്ക് വേണം. ആ ഒരു ടീം വർക്കായിട്ട് പോകുമ്പോഴാണ് ഏത് കാര്യത്തിലും നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. അല്ലാതെ ഞാൻ, എൻ്റെ കഴിവ്, എൻ്റെ ആ ദുരഭിമാനം, ആ ദേഹാഹങ്കാരം നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. എല്ലാവരോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ വിജയം വളരെ സഹജമായിട്ട് നമുക്ക് പ്രാപ്തമാക്കാൻ കഴിയും. അതേപോലെ കാണുന്ന അഷ്ടശക്തിയിലെ മറ്റൊന്നാണ് നമുക്ക് ഭാണ്ഡം മുറുക്കാനുള്ള ശക്തി. അതാണ് കാണിച്ചിരിക്കുന്നത്, പവർ ടു പാക്കപ്പ്. ഈ അഷ്ടശക്തിയിലെ പവർ ടു പാക്കപ്പ്, അതായത് പാക്കപ്പ് ചെയ്യാനുള്ള ശക്തി. എപ്പോൾ ഏത് സ്ഥലത്ത് എവിടെ നമുക്ക് പാക്കപ്പ് ചെയ്യണം, അതായത് സെക്കൻഡിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയണം. എന്ത് കഴിഞ്ഞു പോയോ അതിന് സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ്. എവിടെ സ്റ്റോപ്പ് ചെയ്യണോ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണം. കാരണം ഏത് സമയത്ത് നമ്മുടെ ആരുടെയും അന്തിമ സെക്കൻഡ് ആകാം. നമുക്കാർക്കും ഗ്യാരണ്ടി ഇല്ല നമ്മുടെ അന്തിമ സെക്കൻഡ് എപ്പോഴാണ്, എവിടെയാണ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ഭാണ്ഡം മുറുക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. ഏത് ഭാണ്ഡം മുറുക്കുക അർത്ഥം എന്താ? കിടക്കയിൽ എല്ലാം മടക്കി വെക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എപ്പോഴും നമ്മൾ തയ്യാറായിരിക്കുക. ഏത് സാഹചര്യത്തെയും ഫേസ് ചെയ്യാൻ എല്ലായ്പ്പോഴും റെഡി ആയിരിക്കുക. ആ എവർ റെഡി നേച്ചറാണ് പവർ ടു പാക്കപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തി മാറണം, സാഹചര്യം മാറും, സംഭവങ്ങൾ മാറും. ഏത് തരത്തിലുള്ള കയറ്റവും ഇറക്കവും, ലാഭവും നഷ്ടവും, നിന്ദയും സ്തുതിയും എല്ലാം എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം. ഈവൻ നമ്മുടെ മരണം പോലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ ഏത് സാഹചര്യം വന്നാല് അതിനെ നേരിടാൻ ഞാൻ തയ്യാറായിരിക്കുക. ആന്തരികമായ ബലം, അതാണ് നമുക്ക് മെഡിറ്റേഷനിലൂടെ കിട്ടുന്നത്. രാജയോഗത്തിന്റെ ശ്രേഷ്ഠപ്രാപ്തി അതാണ്. ഇപ്രകാരം ഈ അഷ്ടശക്തികളിലൂടെ, അഷ്ടശക്തികൾ നമ്മളിൽ നിറയ്ക്കാനും അതിനെ കാര്യങ്ങളിലും ഉപയോഗിക്കാനും മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. കാരണം പരമാത്മശക്തിയിലെല്ലാം ഉണ്ട്. പറയാറുള്ളത് എന്താ? ഈശ്വരൻ സർവ്വശക്തിവാനാണ്. അപ്പൊ സർവ്വശക്തിവാൻ അർത്ഥം എല്ലാ ശക്തികളും ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് സമയത്ത് കാര്യങ്ങളിൽ ഏത് ശക്തി ഉപയോഗിക്കണമോ ആ സമയത്ത് ആ ശക്തികളെ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ രാജയോഗ ധ്യാനത്തിന്റെ അഭ്യാസത്തിലൂടെ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇതൊരു ദിനചര്യയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അല്പസമയം നമുക്ക് സർവശക്തിവാനെ ഓർമ്മിച്ച് ഈശ്വരീയ ശക്തികൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനോബലത്തെ വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ അഷ്ടശക്തികളെ ഉണർത്തുന്ന തരത്തിൽ ഈശ്വരീയ ശക്തിയുടെ അനുഭൂതി കുറച്ച് സമയം നമുക്ക് ചെയ്യാം. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എവിടെയാണോ ഇരിക്കണേ അവിടെ നിവർന്നിരിക്കുക, അലർട്ടായിട്ടിരിക്കുക, ശാരീരികമായി വളരെ സ്വസ്ഥമായിട്ടിരിക്കുക. ബാക്കി എന്ത് ശ്രേഷ്ഠ സങ്കല്പങ്ങൾ കേൾക്കുന്നോ മനസ്സുകൊണ്ട് ആ സങ്കല്പങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാൻ ശ്രമിക്കുക. കണ്ണ് തുറന്നിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയും. കാരണം രാജയോഗ ധ്യാനം പ്രാക്ടിക്കൽ ധ്യാനമാണ്, പ്രായോഗിക ധ്യാനമാണ്, കർമ്മയോഗമാണ്. കർമ്മം എപ്പോഴും നമുക്ക് കണ്ണ് തുറന്നിരുന്നല്ലേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് കണ്ണ് തുറന്നിരുന്നുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ കർമ്മത്തിലെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ വളരെ സഹായിക്കും. ബാക്കി എന്ത് കേൾക്കുന്നു അത് വായികൊണ്ട് ഉരുവിടണമെന്നില്ല. കേവലം മനസ്സുകൊണ്ട് ആ സങ്കല്പങ്ങൾക്കൊപ്പം യാത്ര ചെയ്താൽ മതി. ഓം ശാന്തി. ഞാൻ
എൻ്റെ ശ്രദ്ധയെ എന്നിലേക്ക് ഏകാഗ്രമാക്കുകയാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ, ദൃശ്യങ്ങൾ, ഇവയിൽ നിന്നെല്ലാം അല്പസമയം മനസ്സിനെ വേർപെടുത്തി ഞാൻ എന്നിലേക്ക് എൻ്റെ ചിന്തകളിലൂടെ അന്തരാത്മാവിലേക്കൊരു തീർത്ഥയാത്ര ചെയ്യുകയാണ്. ഇരുപുരികങ്ങൾക്ക് മധ്യേ നെറ്റിത്തടത്തിനുള്ളിൽ തിളങ്ങുന്ന സൂക്ഷ്മാതിസൂക്ഷ്മമായ ചൈതന്യശക്തി ആത്മാവാണ് ഞാൻ. അനശ്വരനായ അവിനാശിയായ ഞാൻ ഈ ശരീരമാകുന്ന രാജ്യത്തിലെ യജമാനനാണ്. ഈ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ്. ഈ ദേഹമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് നാടകത്തിലെ എൻ്റെ റോൾ ഞാൻ അഭിനയിക്കുകയാണ്. ഞാൻ എൻ്റെ സത്യസ്വരൂപത്തെ സൂക്ഷ്മാതിസൂക്ഷ്മമായ ജ്യോതിസ്വരൂപമാണ് ഞാൻ. മനസ്സിന്റെ കണ്ണാടിയിൽ ഞാൻ എന്നെ കാണുകയാണ്. ഈശ്വരീയ സന്താനമായ ഞാൻ ഈ നാടകശാലയിലെത്തിയത് നിശബ്ദതയുടെ ലോകത്ത് നിന്നാണ്. ഈ ശബ്ദത്തിന്റെ ലോകം, പ്രപഞ്ചം, നാടകശാല, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഈ ശബ്ദത്തിന്റെ ലോകത്തിനുമപ്പുറം സ്വർണ്ണ ചുവപ്പ് നിറം കലർന്ന ശാന്തിമയ ദേശം, നിശബ്ദതയുടെ ലോകം, ആത്മാവയന്റെ നിവാസസ്ഥാനമാണ്. നക്ഷത്ര സമാനം പരമമായ ശാന്തിയിൽ ശബ്ദമില്ലാത്ത, ചലനമില്ലാത്ത, നാടകമോ നാടകശാലയോ ഇല്ലാത്ത ശാന്തി നിർഭരമായ ശാന്തിധാമം, സർവശക്തിവാനായ ഈശ്വരന്റെ സാന്നിധ്യം
എനിക്ക് അച്ഛനും അമ്മയും സ്വാമിയും സഖാവും സർവസ്വമായ പരമജ്യോതി സ്വരൂപൻ സർവശക്തിവാനിൽ നിന്ന് ഈശ്വരീയ ശക്തികൾ കറണ്ട് പോലെ എന്നിലേക്ക് പ്രവഹിക്കുന്നു. അജം അനാദിം ആദിത്യവർണം അചിന്ത്യരൂപം അകായം അഭോക്തം. അജം അനാദിം ആദിത്യവർണം അചിന്ത്യരൂപം അകായം അഭോക്തം. പരഞ്ജ്യോതിരൂപം പരമം പവിത്രം പരബ്രഹ്മരൂപം ഓംകാരേശ്വരം. പരഞ്ജ്യോതിരൂപം പരമം പവിത്രം പരബ്രഹ്മരൂപം ഓംകാരേശ്വരം. ഓം ഓം. അജം അനാദിം ആദിത്യവർണം അചിന്ത്യരൂപം അകായം അഭോക്തം. അജം അനാദിം ആദിത്യവർണം അചിന്ത്യരൂപം അകായം അഭോക്തം. പരഞ്ജ്യോതിരൂപം പരമം പവിത്രം പരബ്രഹ്മരൂപം ഓംകാരേശ്വരം. പരഞ്ജ്യോതിരൂപം പരമം പവിത്രം പരബ്രഹ്മരൂപം ഓംകാരേശ്വരം. ഓം ഓം ഓം. അജം അനാദിം ആദിത്യവർണം അചിന്ത്യരൂപം അകായം അഭോക്തം. അജം